സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ചൂരൽമലയുടെ അടിഭാഗം മുഴുവനായിട്ടും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് പൊട്ടി വന്ന ആ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒരുപാട് ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. എനിക്ക് പുറകിൽ കാണുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളടക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യമുണ്ട്, നേവിയുടെ ആളുകളുണ്ട്, അതുപോലെ തന്നെ NDRFന്റെ സംഘമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരുപോലെ നിന്നുകൊണ്ട് ഒരുപോലെ പണിയെടുത്തുകൊണ്ടാണ് ഇവിടെ ഓരോ ജീവനെയും കൈപിടിച്ച് കരക്കെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും മണ്ണിനുള്ളിൽ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിനായി, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവസാന നിമിഷമെങ്കിലും അവർക്ക് ആശ്രയമേകാൻ വേണ്ടി, അവർ ഒരു കൈ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടെ ഈ മലവെള്ളപ്പാച്ചിൽ നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ മലവെള്ളപ്പാച്ചിലിന്റെ ശക്തി വളരെയധികം വർദ്ധിക്കുകയും ഇവിടെ തിരച്ചിലടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൈന്യം ആരെയും ഇങ്ങോട്ട് കൂടുതലായി കടത്തിവിടുന്നില്ല, എല്ലാവരെയും നിയന്ത്രിച്ചിരിക്കുന്നു. അതുപോലെ ഈ പ്രദേശത്തേക്കുള്ള വാഹനങ്ങളടക്കം ആംബുലൻസുകളും അത്യാവശ്യ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും അടക്കമുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടത്തേക്ക് കടന്നു വരാനുള്ള ഒരു അനുമതി ആർമിയുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടുള്ളത്.